യെസ് ഗൈസ്, നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. വായിച്ചു നോക്കാം. എഫ് ഫ്രം ഫംഗ്ഷനെ പറ്റിയാണ് പറയുന്നത്. r മൈനസ് സെറ്റ് 0 to r. സോ ഇറ്റ്സ് ഡൊമൈൻ ഈസ് r മൈനസ് സെറ്റ് 0. നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് അല്ലെങ്കിൽ ഡൊമൈൻ ഫുൾ റിയൽ നമ്പേഴ്സ് ആണ്. ഇസ് എ ഫംഗ്ഷൻ സാറ്റിസ്ഫൈങ് എഫ് ഓഫ് എക്സ് ബൈ വൈ ഇസിക്കൽ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് വൈ. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് റൈസ് ടു n എന്ന് എടുക്കാം. അത് അങ്ങനെ തന്നെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ലളിതമായ ഒരു കേസ് എന്നുള്ള നിലക്ക് ഇങ്ങനെ എടുക്കാം. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. എഫ് ഡാഷ് 1 2024 പറയുന്നുണ്ട്. എഫ് ഡാഷ് എക്സ് എൻ എക്സ് റൈസ് ടു n മൈനസ് 1 ആണ്. എഫ് ഡാഷ് 1 എന്ന് പറയുമ്പോൾ എക്സിന് 1 കൊടുത്ത് എക്സ് റൈസ് ടു n മൈനസ് 1 കൊടുത്ത് പോകും. അഥവാ n ഇസ് ഈക്വൽ ടു 2024. അതായത് നിങ്ങളുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 2024 ആണ്. ഇതും അതിന്റെ ഒരു വൺ ഓഫ് ദി പോസിബിലിറ്റീസ് ആണ്. വേറെയും രീതിയിൽ ഇതാവാം. ഇവിടെ കോൺസ്റ്റന്റ് എ ഒക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഒന്നും നോക്കുന്നില്ല. ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള കേസ് എടുത്ത് വേഗം ഓപ്ഷനിലേക്ക് പോവാണ്. എന്നിട്ട് നമുക്ക് ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 2024. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 2024 എക്സ് റൈസ് ടു 2023. ഒരു എക്സ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 2024. സംഭവം മനസ്സിലായല്ലോ. ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എക്സിന്റെ പവർ ഒന്ന് കുറഞ്ഞു. അപ്പോൾ അതിന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ് മൾട്ടിപ്ലൈ ആണ്. എൽ എച്ച് എസിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ എച്ച് എസിന് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് റൈസ് ടു 2024. അതായത് എക്സ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 2024. ഈ സാധനം എഫ് എക്സ് തന്നെയാണ്. അപ്പോൾ അത് എൽ എച്ച് എസിലേക്ക് എടുത്താൽ എക്സ് എഫ് ഡാഷ് എക്സ് മൈനസ് 2024 എഫ് എക്സ് ഈക്വൽ ടു 0. സിമ്പിൾ. എക്സ് എഫ് ഡാഷ് എക്സ് minus 2024 fx equal to 0 can be seen in first choice. That's all about question number 15.